ഗൗരി ലക്ഷ്മിയുടെ ഇസൈക്കൂട് എന്ന ഹോം സ്റ്റേയിൽ ഞങ്ങൾ 2 ദിവസം താമസിച്ചു. അവിടെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കാൻ കിട്ടി. എന്താണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ചെന്നെത്തിയത് ഉച്ചയ്ക്ക് എത്തിയപ്പോൾ തന്നെ നല്ല ചൂട് ചമ്പാവരി ചോറ്, ക്യാബേജ് തോരൻ, ഞങ്ങളുടെ ഇവിടെ നെത്തോലി എന്നാണ് പറയുക, കൊഴുവാന്നും പറയും, തേങ്ങ അരച്ച നെത്തോലിക്കറി, ചെറിയ പുളിയുള്ള തൈരും നാരങ്ങ അച്ചാറും. ഇതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഡിന്നറിന് ടൈമായി. ഡിന്നറിന് ചപ്പാത്തി, കൂടെ ചിക്കൻ കറി, പിന്നെ തൈരിടാത്ത സാലഡ്. എനിക്ക് അങ്ങനത്തെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. തൈരിടാത്ത സാലഡും ഉച്ചയ്ക്കത്തെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞങ്ങളിങ്ങനെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണിത്, കടലപ്പിടി. ഗൗരിയുടെ അമ്മമ്മയുടെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ഞാൻ കോഴിപ്പിടിയും പിടിയും കോഴിയൊക്കെ കഴിച്ചിട്ടുണ്ട്. കടലപ്പിടി ആദ്യമായിട്ടാണ്. കടലപ്പിടിയും പപ്പടവും ഒരു സ്ട്രോങ് കപ്പ് ഓഫ് ചായയും. ആക്ച്വലി ആ ചായയിലാണ് ഞാൻ ഉണർന്നത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂട്ട് ഒരു ഇലയുടെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇലയുടെ തന്നെ. ഇലയുടെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. ഡെയിലി ഡോസ് ഓഫ് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അതിൻ്റെ കൂടെ ഒരു ചായയും പറഞ്ഞ് ഉച്ചയ്ക്കത്തെ ലഞ്ചിനൊരു സ്പെഷ്യലും വാങ്ങിച്ച് നമ്മൾ മടങ്ങി. അങ്ങനെ നടന്ന് തിരിച്ചെത്തി. ഊണിന് ചോറ്, ബീൻസ് തോരൻ, ചെറിയ പുളിയും മധുരമൊക്കെ ഉള്ള പുളിശ്ശേരി, നല്ല എന്താ പറയുക സവാളയൊക്കെ വഴട്ടി ഉണ്ടാക്കിയ ഒരു മുട്ട റോസ്റ്റും, ആ സ്പെഷ്യൽ അച്ചാറും. ആ നാരങ്ങ അച്ചാർ എന്തായാലും ഹൈലൈറ്റാണ്. നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ കഴിച്ചു നോക്കണം. പപ്പടവും ബീഫ് റോസ്റ്റും. അത് ഞങ്ങൾ ആ ചായക്കടയിൽ നിന്ന് മുക്കിയതാണ്. ചായക്കടയിൽ പോയി ബീഫ് റോസ്റ്റ് വാങ്ങിച്ചിട്ടൊന്ന് പുളിശ്ശേരി കൂടെ ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഭയങ്കര കിടിലൻ കോമ്പിനേഷനായി പോയി എല്ലാം കൂടെ. ഇതെല്ലാം കഴിച്ച് 2 ദിവസം ഹാപ്പി ആയിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്.